ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ന്യൂ ഇയർ വീഡിയോ ഞങ്ങളത് നല്ല രസമുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങളുടെ ന്യൂ ഇയർ പ്ലാൻ എന്താണ്, ഇന്നത്തെ ഫസ്റ്റ് ഒന്നാം തീയതി പരിപാടി എന്താണെന്ന് നമ്മൾ ഇന്ന് കാണിക്കട്ടെ. അപ്പൊ രാവിലെ ഇപ്പോൾ 9 മണിയായി, ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാണ്. അപ്പൊ എവിടേക്കാ പോണെന്ന് നമ്മൾ പോയിട്ട് കാണാം. അപ്പൊ ഗായ്സ് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് എവിടെ പോണ്? രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക്. നല്ലൊരു പണി കിട്ടി നമുക്ക്. ന്യൂ ഇയർ ആയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ഹോസ്പിറ്റൽ കേസാണ്. പക്ഷെ നമുക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഇനിയിപ്പോ നല്ല എന്തെങ്കിലും ദിവസമാണെങ്കിലും വർഷം ചിലപ്പോ കൊള്ളാവും അല്ലേ? അതെ അതെ. അപ്പോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല്, ഇന്നലെ ഞങ്ങൾക്കൊരു മാങ്ങയും മറ്റേ പൈനാപ്പിളൊക്കെ ഉപ്പിരുമ്പിയൊക്കെ നമ്മള് ഇപ്പൊ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, മുളകൊക്കെ തിന്നണേ. അപ്പൊ അങ്ങനെ ഒരു പരിപാടിക്കും വേണ്ടി ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ പോയതാണ്. ആ പോണ സമയത്ത് ഇവരെ സിസ്റ്റർ, അതായത് എന്റെ താത്താന്റെ വലിയ കുട്ടി, ഓൾക്ക് വെറുതെ ഒന്ന് നമ്മള് ഇത് നോക്കാൻ വേണ്ടി HB ഒന്ന് നോക്കാന്ന് പറഞ്ഞ് നമ്മള് വെറുതെ ഒന്ന് HB ചെക്ക് ചെയ്തത്. അപ്പൊ ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ആൾക്ക് HB ആകെ 5 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഭയങ്കര ക്ഷീണുണ്ട്, എന്നാലും പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങള് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് വിചാരിച്ചൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ പറഞ്ഞു ബ്ലഡ് കയറ്റണം, നിർബന്ധമായിട്ടും അഡ്മിറ്റ് ആവണമെന്ന്. നമ്മളാണെങ്കിൽ കൊറേ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് നിക്കണോടത്താണ് ഇങ്ങനത്തെ ഒരു പണി കിട്ടിയത്. പണി കിട്ടുന്ന ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതെ, ഇങ്ങനെ ഒരു പണി കിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇന്നലെ പോയി അഡ്മിറ്റ് ആയി, അതായത് ഡിസംബർ 31. ഇന്നിപ്പോ ഞാൻ മിക്കവാറും ഈ വീഡിയോ തന്നെ ഇടണം വിചാരിക്കുന്നുണ്ട്, ന്യൂ ഇയർ ആയിട്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ രാത്രിയാണ് അവിടെ നിന്ന് പോകുന്നത്. അവിടെ പോളും ഹസ്ബൻഡും ആണ് ഉള്ളത്. ഇന്നിപ്പോ ഓർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് നമ്മൾ പോവുകയാണ് ഇപ്പൊ രാവിലെ. അപ്പൊ ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് ആക്കും. ഇന്ന് ബ്ലഡ് എത്ര ഉണ്ട് നോക്കിയിട്ട് ചിലപ്പോ ഇനി കയറ്റണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാവും കയറ്റുക. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എന്തായാലും ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് ആക്കാവും. അപ്പൊ അവരെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവരും ചെയ്യാ. അതിനാണ് നമ്മളിന്ന് പോണത്. അപ്പൊ ഏതാ ഹോസ്പിറ്റലിടി? പാണ്ടിക്കാട് PKM ഹോസ്പിറ്റൽ. പാണ്ടിക്കാട് ഹോസ്പിറ്റലാണ്. എനിക്കധികം ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ അതിനാണ് ഇപ്പൊ ഇവരും ഒപ്പം വന്നത്. അപ്പൊ എന്തായാലും നമുക്കിനി പോയിട്ട് അവിടുത്തെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കൊക്കെ ഈ വർഷത്തെ ഒരു പരിപാടി? അങ്ങനെ രണ്ടാളതും എന്ത് പരിപാടി? എന്തെങ്കിലൊക്കെ നേടണമെന്നോ എന്തുമില്ല, ഒരു ചിന്തയോ ഒരു ആഗ്രഹവും ഇല്ല. തിങ്കളാഴ്ച എക്സാം പേപ്പർ ഇട്ടു, അതിന്റെ ഒരു സന്തോഷത്തിലാണ് അല്ലേ എക്സാം പേപ്പർ ഇട്ടിട്ട്. നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷം കാണാട്ടോ. സംഭവം ഞങ്ങക്ക് നല്ല ചീരിയാണ് വരുന്നത്. നല്ല ന്യൂ ഇയറും ഭയങ്കര പരിപാടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് കിട്ടിയ നല്ലൊരു ഐഡിയാണ്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് എപ്പോഴാ പോവല്? നിർബന്ധമായിട്ടും വാങ്ങട്ടെ. കാരണം ഞങ്ങള് ഇതേപോലെ ഇതിലെ അളിയന്മാർക്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് പള്ളാസിറ്റി നിങ്ങൾക്ക് കൊണ്ടേ ഹോസ്പിറ്റലാണെന്നും പറയും. ഓളെ നേരെ നമ്മൾ സ്കാനിങ്ങിന് കൊണ്ടുപോയിട്ടോ. ആൾക്ക് നല്ല PCOD ഉള്ള ആളാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ലാസ്റ്റ് സ്കാനിങ് എടുത്തത്. അതിൽ തന്നെ അത്യാവശ്യം PCOD പറഞ്ഞതാണ്. അപ്പോൾ ബ്ലീഡിങ്ങും കുറച്ച് കൂടുതൽ ടൈമൊക്കെ പീരീഡ്സ് ആയാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എങ്ങനെയാണ് എന്തായി എന്നറിയാൻ അവരൊന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻലി ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയും ബ്ലഡ് കുറയാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ സ്കാനിങ്ങിനാണ് പോയത്. അവിടുന്ന് പിന്നെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ പോയി. ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് ഇനി വെയിറ്റ് കുറക്കണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, PCOD നല്ലതായിട്ടുണ്ട്, അപ്പം അത് എന്തായാലും കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഒരു കുപ്പിയാണ് ബ്ലഡ് കയറ്റിയത്. ഇനി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് ഒന്നും കൂടി കയറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഒരു നോർമൽ ഒരു ബ്ലഡിൻ്റെ ലെവലിലേക്ക് എത്തും. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് വരെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ചായ കൊടുത്തിട്ടുണ്ട്.
കടി എന്തോ കടി കൊടുത്തിട്ടുണ്ട്. ഓക്ക് നല്ല ജ്യൂസും കട്ട് ഫ്രൂട്ട്സും കൊടുത്തിട്ടുണ്ട്. ഈ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആയി പോവും. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇത് കഴിക്ക് ചാടാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കോസ്റ്റ്യൂം നല്ല പിക്ക് എടുത്തരും. നല്ല സ്ഥലത്ത് പോയാണ് കേട്ടോ. ഓക്കെ. ഓ ഇല്ല മോളെ. ഞാർഷിന് എന്താ ഒരു വിഷ് പറ. എനിക്ക് ചാടിയാല് ഈ ഹോസ്പിറ്റലിന്റെ ബില്ലുകൾ അടക്കം. എന്താണ് വിഷ് പറ. ഞാൻ ചാടിയ ഇന്ന് എനിക്ക് വരുന്ന വർക്ക് ഫുള്ള് നിങ്ങൾ ചെയ്തേ. ഓക്കെ ഓക്കെ ഓക്കെ. ഓള് പറഞ്ഞു. ഇതെന്ന് ചാടിയാല് ഞങ്ങൾ ഇന്ന് തിരിച്ചു വീട്ടിക്ക് പോകും. അത്രന്നെ ഉള്ളു എല്ലാരും. അല്ല ബാക്കുന്നേ ഞങ്ങൾക്കൊരു ഇതേനു. ഞാനാണ്. തുടങ്ങാ എന്താണ് എനിക്ക് എന്റെ വിഷയം എന്താ? റിപ്പീറ്റ് ആണോ? വേറെ വേറെ പറയാം. ഒറ്റ ടേക്കൊക്കെ പോര്. നേരം ഉണ്ടാവും. ഒന്നും കൂടി. ഇതൊക്കെ ചാടണമെന്നുണ്ടെങ്കിൽ ഇന്ന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാ ബ്ലഡ് ബാങ്ക് പോയി നിങ്ങൾ രണ്ടാളും ബ്ലഡ് കൊണ്ടുവരണം. മൂന്നാളും. ഓക്കെ ഓക്കെ. അല്ല ഒന്ന് ഡിസ്ചാർജ് ആക്കണേ പഠിച്ചോനെ. അപ്പൊ ഗൈസ് ആക്രിയും പാട്ടൊക്കെ പെറുക്കി ഞങ്ങള് റൂം ഷിഫ്റ്റ് ചെയ്യാണ്. ഷിഫ്റ്റ് അല്ല സോറി ഡിസ്ചാർജ് ചെയ്യാണ്. വെക്കേറ്റ് ചെയ്യാണ്. ആർഷുന് സന്തോഷായിട്ടില്ല. ഓൻ എന്തോ ദിവസം കൂടി ഇവിടെ നിന്നിട്ടൊക്കെ ആക്കം പോലെ പോയാ മതി ആഗ്രഹമായിരുന്നു. കയ്യുമത്തെ സൂചിയൊക്കെ ഓരി. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഇനി ഒരു കക്കാടം പോലും കൂടി വിട്ടാലോ? കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുബൈറാണ്. ഇവൻ ആക്ച്വലി ഇവന്റെ കോലതല്ല കേട്ടോ. അവന് നല്ല അടിപൊളിയാണ്. ഇന്നിപ്പോ എന്താന്ന് അറിയില്ല. പൂവുള്ള ഷർട്ടൊക്കെ ഇട്ടോ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ. ആവശ്യ സമയത്ത് നഴ്സുമാരെ കണ്ടു കഴിഞ്ഞാൽ പൂവ് എടുക്കുന്നു കൊടുക്കുന്നു. ആരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പാർട്ടി വേറെ അപ്പൊ മ്യൂസിക് ഇട്ടേ അച്ഛൻ സീരിയസ് ആയിട്ട് വേണ്ടപ്പെട്ടവരോടൊക്കെ വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ പറഞ്ഞിട്ട് ജുബൊക്കെ ഇട്ട് വരും. അപ്പൊ ഗായ്സ് പോവുകയാണ് ഗായ്സ്. നമ്മൾ ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ നിന്നാണ് കണ്ടത്. PKM ഗായ്സ് നമ്മൾ പോവുകയാണ്. ഞാൻ ഇങ്ങനെ ബാക്കിൽ ഇരിക്കാറേ ഇല്ല. ഞാൻ അവിടെ നടുവിലും. എനിക്ക് നടുവൊന്നും ഇഷ്ടമല്ല. ഓള് എയറിൽ കയറി. എനിക്ക് ഒന്നെങ്കിൽ സൈഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റ്. അത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അതെ, അല്ലെങ്കിൽ അതന്നെ സൈഡ് സീറ്റ്. ഇതിപ്പോ ഒന്നും കിട്ടിയില്ല. നടു കൊണ്ടിരുത്തി. അയ്യോ അയ്യോ. ഇനിയിപ്പൊ ഞങ്ങളിന്ന് പെരി ചെന്ന നല്ല അടിപൊളി പരിപാടികൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. ഇത് എനിക്ക് നമ്മളെ ന്യൂ ഇയർ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മളെ ബാക്കി പരിപാടികളൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മള് പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. അതെ ഗായ്സ് ബൈ. അപ്പൊ ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യും.
അപ്പൊ ഗായ്സ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ബൈ. നല്ല വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അടുത്ത നമുക്ക് ചാലഞ്ച് വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഓള് ഇന്ന ഹോസ്പിറ്റലിൽ എത്താതെ പോയിട്ടോ ഓക്കെ